അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ ഓരോ പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പവിത്രമാക്കപ്പെട്ട 2 പത്തുകൾ റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും പത്ത് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ഇനി നമ്മുടെ മുന്നിലുള്ളത് വളരെ പ്രതീക്ഷയുള്ള ഇത്തഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ 10 എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അവസാനത്തെ 10. നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ശക്തമായ വേനലാണ് നമ്മുടെ നാടുകളിൽ. എങ്കിലും ഈ റമളാനിൻ്റെ പവിത്രത മനസ്സിലാക്കി നാമൊക്കെ ഇബാദത്തുകൾ ചെയ്യണം. പരമാവധി ഖുർആൻ ഓതണം. ഇനിയുള്ള രാത്രികളെ നാം സജീവമാക്കണം. തസ്ബീഹ് നിസ്കാരങ്ങളും വിത്ർ നിസ്കാരങ്ങളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ വരുന്ന 10 ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ കഴിയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നൊരു സംഭവം കാണാം. അവസാനത്തെ റമളാനിൻ്റെ അവസാനത്തെ രാവുകളാവുമ്പോഴേക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അരമുണ്ട് ഇറുക്കി കൊടുക്കുമായിരുന്നു, വീട്ടുകാരെ വിളിക്കുമായിരുന്നു, രാത്രികൾ സജീവമാക്കുമായിരുന്നു. കാരണം ഈ രാത്രികളെ കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രിയാണ്. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ? 1000 രാത്രികളെക്കാളും പവിത്രമാക്കപ്പെട്ട ദിനരാത്രം. ഈ ലൈലത്തുൽ ഖദറിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം, ഈ മാസത്തിൻ്റെ പവിത്രമാക്കപ്പെട്ട രാവുകൾ ഇനി വരാൻ പോവുകയാണ്. അതൊന്നുകൂടി നാം ശ്രദ്ധിക്കണം. അത് ധന്യമാക്കാൻ നമുക്ക് ശ്രമം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.